പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ശ്രീ MR ഗോപകുമാർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ മകൾ സൗമ്യ നമ്മളോടൊപ്പം ചേരുന്നു. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സൗമ്യ. നമസ്കാരം സൗമ്യ. നമസ്കാരം സർ. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കും സർ. ഞാന് കുട്ടിയായിരുന്നപ്പോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എവിടെ പഠിച്ചു നോക്കി? ഞാൻ സ്കൂളിംഗ് നിർമ്മല ഭവനിലായിരുന്നു. ആ, അത് കഴിഞ്ഞ വിമൻസ് കോളേജിലും പിന്നെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലുമായിരുന്നു. നിങ്ങൾ അടുത്തടുത്താണോ താമസം? അതെ, ഒരേ കോമ്പൗണ്ടിൽ 2 വീട്ടില്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കൂടെ കൂടെ അച്ഛ. എന്തായാലും നമുക്ക് തകർക്കാം. ഓക്കെ, ശരി. എന്തോ വീട്ടിൽ വിളിക്കുന്ന പേര്? ഇത് തന്നെയാണ്, സൗമ്യ എന്ന് തന്നെ. സൗമ്യ തന്നെ. പക്ഷെ സൗമ്യയാണ്. പക്ഷെ സൗമ്യ അങ്ങനെ വലിയ സൗമ്യ അല്ല. ആ, കാരണം അല്ല, ആ പേരിട്ടെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. സൗമ്യ അല്ല, ഇത്തിരി പ്രശ്നമാണ്. അച്ഛനെ വിറപ്പിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു. അച്ഛനെ അമ്മയും. അതിരിക്കട്ടെ, പാട്ടൊക്കെ അറിയാവോ? പാട്ടൊക്കെ പാടുവോ? കുറച്ച് പാടും. അപ്പൊ നമുക്കൊരു 2 വരി പാട്ടോടുകൂടി അങ്ങ് തുടങ്ങാം. ശാന്തം ശാശ്വതം അപ്രമേയം അനഘം നിർവാണ ശാന്തിപ്രദം ബ്രഹ്മാശംഭു പണിന്ദ സേവ്യമനിശം വേദാന്ത വേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരും മായാമനുഷ്യം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഗോപാല ചൂടാമണിം ഭൂപാല ചൂടാമണിം. പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട് സർ. പഠിക്കുന്നുണ്ട്, പഠിക്കണം. കാരണം വേറൊന്നുമല്ല, നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനൊരു ശാന്തി തരും, ഇല്ലേ? ഞാനിത് കണ്ണടച്ച് കേട്ടപ്പോഴത്തേക്ക് ഒരു വിളക്കും അതിൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ നമുക്കൊരു ഫീൽ. സോ യു ഹാവ് ഗോട്ട് എ ഗുഡ് വോയിസ്, നല്ല ടാലൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു പഠിച്ചെന്ന് പറഞ്ഞാൽ ആരും നമ്മളെ വഴക്ക് പറയത്തില്ല. സോ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്. സവാരി ഗിരിഗിരി. അപ്പൊ സൗമ്യ അറിയാൻ വേണ്ടി പറയാണ്, എല്ലാ ചോദ്യങ്ങളും തന്മാത്ര എന്ന ചിത്രത്തിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം 2 പേർക്കും പറയാം. 2005 എത്ര സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് തന്മാത്ര? A 5, B 6, C 7 പുരസ്കാരങ്ങൾ. നിനക്കറിയാം? എനിക്കറിയാം. അറിയാം 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 അറിയാം. ആവേശത്തിന്റെ മേലെ അറിയാമോ? അറിയാം അറിയാം. 5. A 5 പുരസ്കാരങ്ങൾ ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. ഈ അച്ഛൻ എങ്ങനെ ഭയങ്കര ബോറാണ്. വഴക്കൊക്കെ പറയൂ. അത് ഇതുവരെ രണ്ടുപേരല്ലേ? ഇതുവരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാമോ? അച്ഛൻ എക്സ്പ്രസീവ്, കൂടുതലും ഇതാണ്, ക്യാമറയുടെ മുമ്പിലാണ് കൂടുതൽ എക്സ്പ്രസീവ്. ആൻഡ് സാറിനോട് എക്സ്ക്ലൂസീവായിട്ട് പറയാം, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത്, ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അച്ഛൻ. അത് പക്ഷെ നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അതിലല്ല. എൻ്റെ ബ്രദർ കുറച്ചുകൂടെ എക്സ്പ്രസീവാണ്.
പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു റോൾ ഈ വാക്കുകള് അങ്ങയുടെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതാം. കാരണം ഇത് വില കൊടുത്താൽ കിട്ടില്ല. അവള് പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത് സാർ, ഈ ഷോയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ കാരണം ഒരച്ഛൻ്റെ മനസ്സിന് കിട്ടുന്ന ആനന്ദം, അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും. അല്ല, നിങ്ങളിപ്പം അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും സന്തോഷം കിട്ടത്തില്ല. അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു. ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തില്ലേ, CNC നായരുടെ നാടകമാണ്. 3 നാടകത്രയം എന്ന് പറയുന്നത്. സാകേതം, കാഞ്ചന സീത, ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മിയിൽ അവസാനം രാവണൻ മണ്ടോദരിയുടെ മടിയിൽ കിടന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: രാവണന്റെ ജീവിതം ഒരു പാഴ്ചെലവായിരുന്നു ഇല്ല എന്ന് പറയും. അപ്പോഴായിരിക്കും ഒരുപക്ഷെ രാവണൻ ഏറ്റവും കൂടുതൽ, കാരണം രാവണന് അറിയാം പിറ്റേ ദിവസം രാവണൻ ഉണ്ടാവില്ല. ആ ഒരു ഫീലാണ്. പാഴ്ചെലവല്ലായിരുന്നു എന്നുള്ളത്. സോ 5 പുരസ്കാരങ്ങൾ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. നടൻ എന്ന നിലയിൽ വളർച്ചയിൽ MRGക്കെതിരെ നടന്ന നീക്കങ്ങൾ അതെന്തൊക്കെയാണ്? അല്ലല്ല, അത് എനിക്ക് സ്പിൽബർഗിന്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഒരു കോൾ വന്നിരുന്നു. അതായത് ജുറാസിക് പാർക്കിന്റെ 2nd പാർട്ട്, ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ഒരു ഇന്ത്യൻ ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ ഒരു ഇന്ത്യക്കാരൻ വേണം, ഇന്ത്യൻ വംശജൻ വേണം. അപ്പോൾ അതിൽ അവർക്ക് എല്ലാത്തിനും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ ക്യാരക്ടറിന് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വെച്ചത് ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ്, ഉമാ ഡക്കുന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വെച്ചത്. അപ്പോൾ അവർ എൻ്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമ അവർ കണ്ടിരിക്കും. അപ്പോൾ പല പേരുകൾ അയച്ച കൂട്ടത്തിൽ എൻ്റെ പേരും അയച്ചു. എൻ്റെ അഡ്രസ്സൊക്കെ അടൂർ സാനിൽ നിന്നൊക്കെ വാങ്ങിച്ച് അവർ എൻ്റെ പേരും കൂടെ അയച്ചു. അതിൽ അവസാനം നറുക്ക് വീണത് എനിക്കാണ്. അതിലെനിക്ക് ഒരുപാട് സെലക്ഷൻ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. 2 പേജ് സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു. അത് ഷൂട്ട് ചെയ്ത് അയക്കാൻ പറഞ്ഞു. അതൊക്കെ ഷൂട്ട് ചെയ്ത് അയച്ചു. പിന്നെ നമ്മളിതൊക്കെ കളഞ്ഞു. ഇന്ത്യയിൽ ഇത്രയും നടന്മാരുള്ള കൂട്ടത്തിൽ നമ്മളെവിടെ നിന്ന്. അപ്പോൾ പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അത് യു ഹാവ് ബീൻ സെലക്റ്റഡ്. മദ്രാസിൽ പോകണം. മദ്രാസിലവിടെ എംബസിയിൽ വിസയുടെ പേപ്പേഴ്സൊക്കെ വരും. അപ്പോൾ എംബസിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മദ്രാസിൽ പോയി. അവിടെ 2-3 ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ അവർ വിളിക്കും. രാത്രിയാണല്ലോ അവരുടെ പകല്. അവർ വിളിച്ചിട്ട് യുവർ പേപ്പേഴ്സ് ആർ ബീയിങ് ഫൈനലൈസ്ഡ്, വെയിറ്റ് ദെയർ എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, സോറി, വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, സോ യു വിൽ ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. അങ്ങനെ ആ ചാൻസ് പോയി, തിരിച്ചു വന്നു. അപ്പോൾ അന്ന് പലരും ചോദിച്ചു, ഇത് ആരോ ഇടപെട്ട് നിങ്ങളുടെ അവസരം ഇല്ലാതെ പണി തന്നതല്ലേ എന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞു ഇല്ല, ഇപ്പോഴും പറയുന്നു ഇല്ല, എനിക്കറിയില്ല. പക്ഷെ എന്തോ ഉണ്ട്, അതറിയില്ല. അതിന് പകരം ആരായിരുന്നു? അതിന് പകരം ലണ്ടനിലുള്ള ഒരു മലയാളിയല്ല, ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വംശജൻ. അയാള് ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ്, സിറ്റിസൺഷിപ്പ് ഉള്ള ആൾ. അപ്പോൾ അയാൾക്ക് എളുപ്പം പോവാം. അന്ന് നമ്മളെക്കാൾ എളുപ്പമാണ് അവർക്ക് പോകാൻ. വിസയൊക്കെ പ്രോസസ് ചെയ്യുന്നത് എളുപ്പമാണ്. സോ സവാരി ഗിരിഗിരിയിൽ 2ാമത്തെ ചോദ്യം, ഒരു വീഡിയോ. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. നീ ഒരു 5-6 മൂട് കാച്ചു. വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. ഇപ്പൊ തന്നെ എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റി. ഇന്നിനി എത്ര കടിച്ചു പിടിച്ച് ഓടിച്ചാലും വീടെത്തുമ്പോ പാതിരാത്രി വലിയ എന്തിനാ? അതെ, വീട് പണി നടക്കുന്ന സമയ. താമസിക്കും തോറും വെമ്പ്രനാഥ് ഇങ്ങനെ സെല്ലി വിളിച്ചോണ്ടിരിക്കും. ഒരു വെപ്രാളക്കാരിയാ. ജോസഫേ, വലിയ ഉപകാരം. ഇതിലൊക്കെ എന്ത്, രമേശ് സാറിനോട് ഇത്രയെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത്തക്ക് ചുട്ടത്. ചോദ്യം, രമേശൻ നായരുടെ അച്ഛൻ്റെ കയ്യിൽ എത്ര വെള്ളരിക്ക ഉണ്ടായിരുന്നു? പോയോ? ഞാൻ ഈ 2 അതുല്യ നടന്മാരുടെ ഇങ്ങനെ ഞാനും അത് തന്നെയായിരുന്നു ശ്രദ്ധിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു വിക്രിയാണ്. എത്ര വെള്ളരിക്ക? A 3, B 2, C 4.
രണ്ടല്ലേ? രണ്ടാണോ? ഏ? രണ്ടാണോ? അല്ല, അത് നെടുമുടി വേണുവിൻ്റെ ഒരു താളമുണ്ട് ഇത് ഡയലോഗ് ഡെലിവറിക്ക്. 1 2 3 അല്ലേ? സ്മരിക്കട്ടെ, 3. ഓക്കെ. A3 ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഈ വെള്ളരിക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്, ഞാനിപ്പോൾ അഭിനയിച്ച സിനിമയുടെ പേര് വെള്ളരിക്ക പട്ടണം എന്നാണ്. അദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എണ്ണീട്ടുമില്ല അല്ലേ? അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും 1-2 സിനിമകൾ മോക്ക് ഇഷ്ടപ്പെട്ട, സൗമ്യക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? വിധേയൻ ഓഫ് കോഴ്സ്. തീർച്ചയായും അത് ലോകം മുഴുവൻ എല്ലാവർക്കും. അതെ. പുലിമുരുകനിലെ. പുലിമുരുകൻ. ആ. പിന്നെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു നമ്മുടെ സദാശിവന്റെ കുമ്പസാരം. അത്. സൗമ്യയുടെ ഹോബി എന്താണ്? സംഗീതം. സംഗീതം. പിന്നെ വർക്ക്? ഞാനൊരു കോവിഡ് തുടങ്ങുന്നതിന് മുന്നേ വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു MNC-യിൽ ക്വാളിറ്റി അനലിസ്റ്റ് കം പ്രൂഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി ഇപ്പം എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാമെന്നൊരു ഐഡിയ. ഓക്കെ. ഹസ്ബൻഡ്? ഹസ്ബൻഡ് മുത്തൂറ്റ് ഫിൻകോർപ്പിലാണ്. മുത്തൂറ്റ് ഫിൻകോർപ്പ്. എത്ര കുട്ടികളാണ്? 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികൾ. ഇദ്ദേഹം ഞാൻ പണ്ട് കാണുമ്പോൾ തൊട്ടിങ്ങനെ വളരെ ശോഷിച്ചായിരുന്നു. ഇപ്പോഴും നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. എന്താണ് ഇതിന്റെ രഹസ്യം? അത് നല്ലവണ്ണം കഴിക്കും. നല്ലോണം കഴിക്കും. ഭക്ഷണം ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ചെറുപ്പം മുതൽ. പണ്ടത്തെ എൻ്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് 18 ഇഡ്ഡലി ആയിരുന്നു. 18 ഇഡ്ഡലി? 18 ഇഡ്ഡലി എന്ന് വെച്ചാൽ ഇന്നത്തെ ഇങ്ങനത്തെ ഇഡ്ഡലി അല്ല, വലുത്, മറ്റേ വലുത് ശീലാന്തി ഇലയിലൊക്കെ വെക്കുന്ന, പൂരസിന്റെ ഇലയിലൊക്കെ ഇലയിലൊക്കെ വെക്കുന്ന അത്ര വലിയ 18 ഇഡ്ഡലി, ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ എന്തെങ്കിലും. അത് രാവിലെ. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ പഴങ്കഞ്ഞിയും കുടിക്കും. 11 മണിയാകുമ്പോൾ പഴങ്കഞ്ഞി കുടിക്കും. നല്ല ഇതൊക്കെ തൈര്, മുളക്, അങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് ഈ രണ്ടല്ല ഒരു 3-4 പ്രാവശ്യമെങ്കിലും ചോറ്, ഒരു പ്ലേറ്റ്, ഓരോ പ്ലേറ്റ് 4 പ്ലേറ്റെങ്കിലും ചോറ് കഴിക്കും. രാത്രി ചോറ്. എത്ര കഴിച്ചാലും നിങ്ങൾ അന്ന് കണ്ട അതേപോലെ. അതെ. ഫിസിക്കൽ എക്സസൈസ് നല്ലോണം ചെയ്യും. ജോലി ചെയ്യും. അതാണ് ഇത്രയും ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മള് ഒരു 10 പേരെ കളിക്കാനും പിടിക്കാനും ഒക്കെ വിട്ടാല് ഞാൻ കൂടെ നിൽക്കും. വിളക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യും. അല്ല, അതാണ് അതിന്റെ രഹസ്യം. അല്ല, ഇത്രയും കഴിച്ചു കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പണിയാവും. അല്ല, നല്ലോണം ജോലി. വിറവ് കയറും, മൺവെട്ടി വെട്ടും, എല്ലാം ചെയ്യും. സോ ഉത്തരം A3 ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം. പത്മരാജന്റെ ഏത് ചെറുകഥയാണ് ചിത്രത്തിന് അവലംബമായത്? A ഇന്നലെ, B ഓർമ്മ, C മറവി. ഇന്നലെ എന്ന് പറയുന്ന ഇതിൽ അതൊരു സിനിമയാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട്. നിലമ്പൂർ ബാലന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതല്ല കഥ. ഓർമ്മയാണെന്ന് തോന്നും, പക്ഷെ മറവിയായാലോ? ഓർമ്മയാണെന്ന് തോന്നുന്നു. ഓർമ്മയല്ലേ? ഓർമ്മ എന്ന് പറയുന്ന ഓർമ്മ മറവി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചെറുകഥയുടെ പേര്. മറവി എന്നാണ്. സൗമ്യ ആദ്യമായിട്ട് പറഞ്ഞല്ലേ? സൗമ്യമായിട്ട് പറഞ്ഞേ. ബി ഓർമ്മ അല്ലേ? ഒരു ചാൻസ്. ബി ഓർമ്മ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും മോള് പാടി, എന്തെങ്കിലും നാടകത്തിൽ പാടിയ പാട്ടോ, എന്തെങ്കിലും ഏത് തുറയിലുള്ള ഏതെങ്കിലും ഒരു പാട്ട്. ഞാൻ പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വെച്ചാല് പൂർണ്ണ ജ്ഞാനമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മൗനം പാലിക്കുക. എന്നാ ഇന്ന് ആ മൗനം അല്ല, ഒരു കവിത, അയ്യപ്പണിക്കർ സാറിന്റെ ഒരു കാർട്ടൂൺ കവിത, റോസലി എന്നാണ് ആ കവിത. അതിൽ ആദ്യത്തെ 2-3 പേര് ശ്രുതി ഒന്നും ദയവേത് ഇട്ടുള്ളായിരുന്നു. മുതുവേലി പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിക്ക് മുതുവൻകുളങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുടിയേണ്ടും കാലത്തിങ്ങനെ മൂടോടെ മുടിയണമോ കർത്താവേ. മുഴുക്കുടിയാനവനാണവൻ, അവനില്ലാരാവും പകലും
അവനില്ല പുലരിയും അന്തിയും, അവനുണ്ടൊരു കടിപിടി കൊടുകൂടി. അവനായി തെങ്ങും പനയും തല നിറയെ പതപതയുന്നേ. പതപതയട നുരയട പതയട പത നുരയട പതയട നുരയട പതപത നുരയട പത നുരയട പതയട എട പതയട നുരയട പതയട. ഇതൊക്കെ 50 വർഷം മുമ്പ് പാടിയതാണ്. അതിനുശേഷം ഇപ്പോഴാണ് പാടുന്നത്. അയ്യപ്പണിക്ക സാർ ഒത്തിരി അയ്യപ്പണി സാർ ഒരുപാട് കാർട്ടൂൺ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. എന്തൊരു സരസനായ മനുഷ്യനാണ്. അയ്യോ പിന്നെ എന്റെ ചേട്ടനുമായിട്ട് വളരെ ക്ലോസ് ആണ് MGR വിട്ട്. അദ്ദേഹം അവസാനം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോഴേ ആരാണ്ട കാണാൻ പോയി, കിംസിനകത്ത് കിടന്നപ്പോഴേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് മരിക്കാനായിട്ട് കിടക്കുക, മരിക്കാറായി ഏകദേശം. പിറ്റേ ദിവസമായിട്ടാണ് മരിച്ചത്. അപ്പം പറയുന്ന ഒരു, നിങ്ങളെല്ലാം അയ്യപ്പ പണിക്കരെ കാണാൻ വന്നതല്ലേ, പക്ഷെ ഇപ്പൊ വയ്യപ്പ പണിക്കരാന്ന്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള. അതുപോലെ തന്നെ ഞാനൊരു ദിവസം യൂണിവേഴ്സിറ്റിയിൽ ഈ കടമ്പനിട്ടടി കൂടെയാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം പണിക്കർ സാറിനെ കാണാൻ കടമ്പനിട്ട പോകുന്നപ്പോൾ എൻ്റെ സ്കൂട്ടറിലാണ് പുള്ളി വരുന്നത്. അവിടെ പോയി ഇറങ്ങി പുള്ളി ഒരു കാറിൽ കയറാനായിട്ട് പോകുന്നു വൈപ്പണിക്കർ സാറ്. അപ്പോൾ ഡോർ ഇങ്ങനെ തുറന്നിട്ട് ധീം തത്തഗതി തത്ത എന്നും പറഞ്ഞൊരു അകത്തോട്ടൊരു കയറ്റം. അപ്പോൾ ഇതെന്താ ഇങ്ങനെയാന്ന് ചോദിച്ചു. അല്ല, ഞാൻ കാവാലത്തിനെ കാണാൻ പോവാ. യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടുന്ന് താളത്തിലായാലും അതൊരു സുഖമാവുമല്ലോ. So, be ഓർമ്മ ശരിയാണ്. മറവിയല്ല. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. സോ 4ാമത്തെ ചോദ്യം ഒരു വീഡിയോ. I'm like a light. I can show you the path, but you have to walk. ലുധിയാന മെഡിക്കൽ കോളേജിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങി എന്നെ കൊണ്ട് പോവാനാ രണ്ടുപേരും വന്നിരിക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കുന്നേ? അച്ഛന് ഇഷ്ടമില്ലാതെ ഞാൻ എവിടെയും പോവില്ല. രക്ഷയില്ല കേട്ടോ. മോഹം കണ്ടോ? എന്ത് കണ്ണൊക്കെ കണ്ട. രമേശൻ നായരുടെ മുന്നിൽ ചിതറിക്കിടക്കുന്ന പത്രങ്ങളിൽ ഒന്നിലെ ക്യാപ്ഷൻ എന്തായിരുന്നു? സക്സസ്ഫുൾ ഫാദേഴ്സ് ഓപ്ഷൻ എ, ബി സക്സസ്ഫുൾ ചിൽഡ്രൻസ്, സി ഹോപ്സ് ആർ നോട്ട് ലോസ്റ്റ്. സക്സസ്ഫുൾ ഫാദേഴ്സ്. എ സക്സസ്ഫുൾ ഫാദേഴ്സ്. ഞാൻ എടുത്തു വെച്ച് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മോളിപ്പോൾ ഇതെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങണം. എന്താണ് മനസ്സിലുള്ള ഉദ്ദേശം? മനസ്സിൽ ഒരു ലേഡീസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. അത് അപ്പം ഇപ്പം എല്ലാവരും ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 40+ ഒക്കെ ആകുമ്പോൾ എല്ലാവരും പിന്നെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ച് ഇനിയെല്ലാം അത് കഴിഞ്ഞു, അല്ലെങ്കിൽ ജിം എന്ന് പറയുന്നതൊക്കെ ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ളത് മാത്രമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് അവരുടെ ഒരു ഓവറോൾ ഒരു ഫിറ്റ്നസ്, അതിപ്പോൾ മ്യൂസിക്കിലൂടെ ആണെങ്കിലും അല്ലാത്ത നമ്മുടെ ഒരു മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ യോഗ, അപ്പം എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ന്യൂട്രിറ്റീവ് ഒരു ഡയറ്റും തെറാപ്പി അങ്ങനത്തെ ഒരു ഇതും കൂടെ തുടങ്ങി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഹോളിസ്റ്റിക് സെന്റർ തുടങ്ങണം ചെറിയൊരു സെന്റർ. അതെ, ഒരു ആഗ്രഹമുണ്ട്. വെരി ഗുഡ്. അത് നന്നായിരിക്കും. കാരണം ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമായിട്ട് മാറും. കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും കുറേ സംശയങ്ങളാണ്. ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇത്. അപ്പോൾ എല്ലാം കൂടെ ഒരു പാക്കേജ് ആകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ സക്സസ്ഫുൾ വെഞ്ചർ. റിലാക്സേഷൻ തെറാപ്പി പോലെ എന്തെങ്കിലും ചെയ്യാം. ഡെഫിനറ്റ്ലി. സോ സക്സസ്ഫുൾ ഫാദേഴ്സ് ഓപ്ഷൻ എ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റിലോട്ട് കയറുകയാണ്. രാജമാണിക്യം. സോ രാജമാണിക്യം, ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 സെക്കൻഡ്. റെഡിയല്ലേ? റെഡിയാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര എന്ന് തുടങ്ങുന്ന
ഗുരുഗീതത്തോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. ഇത് ഏത് പുരാണത്തിലെ വരികളാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്കന്ദപുരാണം. അവളെ പുരാണങ്ങള് ഇതിഹാസങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന അവൾക്കാണ്. കറക്റ്റ് അത് ആയിരിക്കണം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇതിലാരാണ് പുലി? അവളെന്തായിരുന്നു കേട്ടോ. ശരിക്കും ഇതിലാരാണ് പുലി? കഴിവുകൊണ്ടാണെങ്കിൽ അച്ഛൻ പുലിയാണ്. പഴക്കൊണ്ടാണെങ്കിൽ അപ്പൊ ഏതായാലും സൗമ്യ ആയിരിക്കും പുലി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ സൗമ്യ ഒരു പുലിയാണ്. ഒരുപാട് സന്തോഷം. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ശരി. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിലും നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഈ എപ്പിസോഡ് പൂർണ്ണമായും നമ്മളുടെ ഇന്ത്യയിലെ ഭടന്മാർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുക. കൊച്ചുപയ്യന് ഇദ്ദേഹം പഞ്ചാബീസിൻ്റെ ഏതോ ഒരു ആളിൻ്റെ ഒരു 800 മാരുതി കാർ ക്യാപ്ചർ ചെയ്തു. അതിനകത്ത് RDX സെറ്റ് ചെയ്തു. ഞങ്ങളുടെ ഇതിനകത്തേക്ക് ഇടിച്ച് കയറ്റി വേണം. അപ്പോൾ ഞാൻ ഈ കൊച്ചു പയ്യനായതുകൊണ്ട് ഇവനെ ഒരു മിലിട്ടനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് ആയില്ല. ഇത്രയും കൊച്ചു പയ്യനാണ്. അപ്പോൾ ഞാനിങ്ങനെ കോളറിൽ കൈ എത്തിയിട്ട് കോളറിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാനും പിന്നെ എനിക്കൊന്നും അറിയില്ല. അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. നേരത്തെ അച്ഛനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ? കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? വിഷമമുണ്ട്, എന്നാൽ കൂടുതൽ സന്തോഷമുണ്ട്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പോരാടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്.